ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയുടെ മുറിയിൽ നിന്നും സന്ധ്യ താഴേക്ക് വരുമ്പോൾ സേതുമാധവൻ സന്ധ്യയെ കാണുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അല്ല, സന്ധ്യ ഇതെപ്പോൾ വന്നു? കുറേ നാളായല്ലോ കണ്ടിട്ടെന്നൊക്കെ അവന്തിക പറയുമ്പോൾ, ആഹാ, നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ കാണാറ് പോലുമില്ലേ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. അല്ല മോളെ, നീ അവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? നിനക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, ഉടൻ തന്നെ ഞാൻ വരും വച്ചാ സ്ഥിര താമസത്തിനായിട്ട്. അത് ഇനി അധികം വൈകില്ല. അതിനു മുമ്പ് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്നും സന്ധ്യ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ്. അർച്ചനയും മീരയും കൂടി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അർച്ചനയെ ഡോക്ടർ വിളിക്കുകയാണ്. കുഞ്ഞു പിന്നീട് അതുപോലെ കരഞ്ഞു എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഡോക്ടർ പറയുകയാണ്, ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വന്നു. സർജറി അല്ലാതെ മറ്റൊന്നും തന്നെ ഇനി ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി മുതൽ എല്ലാ രാത്രിയിലും ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഒരു മരുന്ന് കൂടി കൊടുക്കണം. മരുന്നിന്റെ ഡോസ് തീരുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരികയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മരുന്നിന്റെ പേര് പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് അർച്ചന. എന്താ അർച്ചനെ, എന്ത് പറ്റിയെന്ന് മീര ചോദിക്കുമ്പോൾ ഇപ്പൊ പറയാമെന്ന് പറഞ്ഞ് അർച്ചന സന്ദീപിനെ വിളിക്കുന്നു. സന്ദീപേ, നീ ഒന്ന് അടുക്കള വരെ വരണം, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാണെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സന്ദീപ് അടുക്കളയിലേക്ക് വരികയാണ്. സന്ദീപെ, ഡോക്ടർ വിളിച്ചിരുന്നു. ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ വന്നെന്നാ പറഞ്ഞത്. സർജറിയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഡോക്ടർ ഒരു മരുന്നിന്റെ പേരയച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യമെല്ലാം അർച്ചന സന്ദീപിനോടും മീരയോടും പറയുകയാണ്. പക്ഷേ ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. രാത്രി കുഞ്ഞിന് എങ്ങനെ മരുന്ന് കൊടുക്കും? മരുന്ന് കൊടുക്കുന്നത് കണ്ടാൽ ആതിര അറിയില്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. തുടർന്ന് മീര പറയുകയാണ്, അതൊക്കെ ഞാൻ ഏറ്റെൻ്റെ അർച്ചനെ. കുഞ്ഞിനെ ഓരോ മണിക്കൂർ ഇടവിട്ട് നിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ കൊണ്ടുവന്നോളാമെന്ന് മീര പറയുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. നന്ദേട്ടൻ കഴിച്ചോ, പുറത്തു പോവുകയാണോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, എൻ്റെ അവന്തികയെ, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിലേ നേരിട്ട് ചോദിക്ക്. നീ എന്തിനെങ്ങനെ കറങ്ങുന്നത്? അത് പിന്നെ നിങ്ങളും സന്ധ്യയുമായിട്ട് എന്താ ഇടപാട്? സന്ധ്യ എന്തിനാ ധനുഷിനെ ജയിലിൽ നിന്നും ഇറക്കാനൊക്കെ ശ്രമിക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല. സന്ധ്യ എന്നോടൊരു സഹായം ചോദിച്ചു, ഞാൻ ചെയ്തു കൊടുക്കുന്നു, അത്ര തന്നെ. അതെന്താ? സന്ധ്യ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാധിച്ചു കൊടുക്കുമോ? അവളുടെ ജീവിതത്തിൽ എനിക്കാണോ നിങ്ങൾക്കാണോ കൂടുതൽ സ്ഥാനമെന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, എന്താണെങ്കിലും കൊല്ലാൻ ശ്രമിച്ച നിന്നേക്കാൾ സ്ഥാനം എനിക്ക് തന്നെയാ. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് അവളാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതേ എന്ന് നന്ദൻ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഞാനും സന്ധ്യയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിനക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. അവൾ രാവിലെ തന്നെ കുലസ്ത്രീ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദൻ മുറിയിൽ നിന്നും പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ്. ധനുഷ് ജയിലിൽ നിന്നും ഇറങ്ങിയാൽ നേരെ സ്നേഹയുടെ അടുത്തേക്ക് വരുമെന്നും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചനയും സച്ചിയും. അതേസമയം ധനുഷിന് ഇപ്പോഴും സ്നേഹയോട് പ്രേമമാണെന്നും ധനുഷും നെല്ലിശ്ശേരിയിലെ കുട്ടിയും കൂടി ഒളിച്ചോടിപ്പോയി എന്നുള്ള വിവരം കേട്ടല്ല നെല്ലിശ്ശേരിക്കാർ തകരേണ്ടത്. പകരം നെല്ലിശ്ശേരിയിലെ മരുമകള് ഇറങ്ങിപ്പോയെന്ന് കേട്ടിട്ടാ എല്ലാവരും ഞെട്ടേണ്ടത്. എന്താണെങ്കിലും ധനുഷും സ്നേഹയും ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിൽ പറയുകയാണ് അവന്തിക. എന്താണെങ്കിലും ഞാൻ പോയി സ്നേഹയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അതേസമയം അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്നത് അടുക്കളയിൽ നിന്നും മദ്യപിക്കുന്ന സ്നേഹയാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അർച്ചന സ്നേഹയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് തട്ടി തെറിപ്പിക്കുന്നുണ്ടെങ്കിലും സ്നേഹ കുപ്പിയോടക്കം കുടിക്കാൻ ഒരുങ്ങുമ്പോൾ സച്ചിയെ വിളിക്കുകയാണ് അർച്ചന. അങ്ങനെ സച്ചിയും സേതുമാധവനും എല്ലാവരും കൂടി താഴേക്ക് വരികയാണ്. സേതുമാധവനും സച്ചിയും സ്നേഹയുടെ അവസ്ഥ കണ്ട് ഞെട്ടലോടെ നിൽക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, നിങ്ങളാരും ഞെട്ടാനും മാത്രമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നിങ്ങളൊക്കെ സമാധാനിക്ക്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവരൊരേ ഒരാൾ മാത്രം. എൻ്റെ ഈ ധനുഷിൻ്റെ വിവാഹം അന്ന് നടത്തി തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നോ എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ എല്ലാവരും ആകെ തകർന്നു നിൽക്കുകയാണ്. അതേസമയം നന്ദനും അങ്ങോട്ടേക്ക് വരുന്നു. തകർന്നു നിൽക്കുന്ന സേതുവിനെ കണ്ട് നന്ദൻ മുറിയിലേക്ക് പോയിക്കോച്ചാ, ഞാനിത് നോക്കിക്കോളാം എന്ന് പറയുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്നേഹേ, നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണാമെന്ന്. പിന്നെയും നീ എന്തിനാ ഈ മദ്യമെടുത്തത്? കൂടാതെ നിനക്കാരാ ഇതൊക്കെ മേടിച്ചു തരുന്നത് എന്നൊക്കെ നന്ദൻ ചോദിക്കുമ്പോൾ
അവന്തിക പതിയെ അവിടെ നിന്ന് മുങ്ങുകയാണ്. എനിക്കിവരെ ഇഷ്ടമല്ല നന്ദേട്ട, ഇവരെന്നോട് സംസാരിക്കാനും വരണ്ട, ഇവർ കാരണമാ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നൊക്കെ സ്നേഹ അർച്ചനയെ കുറ്റപ്പെടുത്തുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.